ഹലോ, അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോമ്പ് തുറക്കുന്ന ടൈമിലൊക്കെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഒട്ടും തന്നെ എണ്ണ ഒന്നും കുടിക്കാതെ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സ്നാക്സ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. ഉൾഭാഗമൊക്കെ നല്ല ജ്യൂസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉള്ളൊരു സ്നാക്സ് എങ്ങനെ ചെയ്യാമെന്ന് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇത് ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഒരു മാവ് തയ്യാറാക്കിയിട്ടെടുക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ പഞ്ചസാര, ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കുഴച്ചെടുക്കാനായിട്ട് പാല് ചേർത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത്. പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാവുന്ന. അപ്പോൾ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 4 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഈ ടൈമിൽ ഇതിലേക്ക് ഒരു ചട്നി റെഡിയാക്കിയിട്ടെടുക്കാം. അതിനായിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയത്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ചെറുനാരങ്ങ നീര്, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ ഒരു ചട്നി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ ചട്നി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഒരു 4 മണിക്കൂറൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ മാവ് നന്നായിട്ട് തന്നെ പൊങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുത്തിട്ട് ഒന്ന് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഒന്നും കൂടെ കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഒരു 3 വലിയ ബോൾസാക്കിയിട്ട് മാറ്റുകയാണ്. 3 ബോൾസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ഒരു ബോൾ എടുത്തിട്ട് നമുക്കിത് അതുപോലെ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് കുറച്ച് മൈദ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വലുതാക്കിയിട്ട് പരത്തിയിട്ടെടുക്കാം. കുറച്ച് കനത്തിൽ തന്നെ പരത്തിയിട്ടെടുക്കാം. ചപ്പാത്തിനേക്കാളും കുറച്ചുകൂടെ കനത്തിൽ നമുക്ക് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി ഈ ഒരു പത്തിരിൻ്റെ വലുപ്പത്തിൽ തന്നെ നമുക്ക് വേറൊരു പത്തിരിയും കൂടെ റെഡിയാക്കിയിട്ട് എടുക്കണം കേട്ടോ. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് ഇതൊക്കെയാണ്. നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ചട്നി, അതുപോലെ തന്നെ വേവിച്ച ചിക്കന് ഇതുപോലെ ക്രഷ് ചെയ്തത്, 3 കോഴിമുട്ട പുഴുങ്ങിയത്, അതുപോലെ മയോനൈസ് നല്ല തിക്കായിട്ട് തന്നെ അടിച്ചെടുക്കുക. ഇനി ഈ ഒരു പത്തിരീൻ്റെ വലുപ്പത്തിൽ അതുപോലെ തന്നെ ഒരു വലിയ പത്തിരിയും കൂടെ നമ്മൾ പരത്തിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പത്തിരി കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ പത്തിരിയും കൂടെ നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ എഗ്ഗ് ഇതുപോലെ സ്ലൈസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ചിക്കനാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിന് മുകളിലായിട്ട് നമുക്ക് മയോനൈസ് വെച്ച് കൊടുക്കാം. പിന്നീട് ചട്നി വെച്ച് കൊടുക്കാം. അതിന് അവസാനമായിട്ട് സ്ലൈസ് ചെയ്ത മുട്ടയും കൂടെ വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഫില്ലിങ്ങും ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ മയോനൈസ് നല്ല തിക്കായിട്ട് തന്നെ ചെയ്തിട്ടെടുക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ വെക്കുന്ന ടൈമിൽ നമ്മളിങ്ങനെ റെഡിയാക്കി വെക്കുമ്പോഴൊക്കെ അങ്ങനെ ഒലിച്ചിറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ മയോനൈസ് നല്ല തിക്കായിട്ട് തന്നെ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് വീട്ടിൽ ചെയ്തിട്ടെടുത്തതാണ്. അപ്പോൾ ഫില്ലിങ്ങൊക്കെ എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് എല്ലാ ഫില്ലിങ്ങും വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു പത്തിരി ഇതിൻ്റെ മുകളിൽ ഈ ഒരു ഫില്ലിങ്ങിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ടെടുക്കാം. പിന്നീട് നമ്മൾ നേരത്തെ ആ അടപ്പ് വെച്ചിട്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് എടുക്കുക. ഓരോന്നായിട്ട് ഓരോ പത്തിരിയായിട്ട് റെഡിയാക്കിയിട്ടെടുക്കുക. ഇനി ബാക്കിയുള്ളതും ഈ രീതിയിൽ തന്നെ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാതെ ചെറിയ ബോൾസ് ആക്കിയിട്ട് പരത്തിയിട്ട് അതിൻ്റെ മുകളിൽ വേറെ ചെറിയ പത്തിരി വെച്ച് കൊടുത്തിട്ട് അങ്ങനെയും ചെയ്തിട്ടെടുക്കുക. പിന്നെ എഗ്ഗ് ഇല്ലാതെ നമുക്ക് ഇത് എഗ്ഗ് വെക്കാതെ നമുക്കിത് റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ പത്തിരി എല്ലാം ഇവിടെ ഇതുപോലെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതിനായിട്ട് ഓയിൽ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ ഇതുപോലെ ഓരോ പത്തിരിയായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ
ഫ്രൈ ചെയ്യുന്ന ടൈമിൽ നമ്മളിതൊന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. രണ്ട് ഭാഗം ഒന്ന് കളറൊക്കെ ഒന്ന് മാറിയിട്ട് വരുമ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമ്മളിതാ ഇതുപോലെ തന്നെ ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് ഭാഗം ഒന്ന് ഫ്രൈ ആക്കിയിട്ട് അതും റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഇതേ രീതിയിൽ തന്നെ നമ്മളിതാ അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കുന്ന ടൈമിലൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സ്നാക്സാണ്. ഉള്ളിലൊക്കെ ഇതാ മയോനൈസും ചിക്കനും ചട്നിയൊക്കെ ആയതുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.